സംഗീതം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഈ ഗുഡ്നസ് TV കൂട്ടായ്മയിൽ ഒന്നു ചേർന്ന് കർത്താവിൽ ആനന്ദിക്കാം, കർത്താവിനെ സ്തുതിക്കാം, കർത്താവിനെ മഹത്വപ്പെടുത്താം. നമുക്ക് കർത്താവിൽ ആനന്ദിക്കുമ്പോൾ, ആനന്ദത്തോടെ നമ്മുടെ അപ്പനായ ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചോദിക്കാതെ തന്നെ കർത്താവ് നിരവധിയായ അനുഗ്രഹങ്ങൾ വർഷിക്കുന്നു. അതുകൊണ്ടാണ് സങ്കീർത്തന പുസ്തകം, ബൈബിളിലെ പ്രാർത്ഥനാ പുസ്തകം എന്നറിയപ്പെടുന്ന സങ്കീർത്തന പുസ്തകം നമ്മോട് ആവർത്തിച്ച് പറയുക, കർത്താവിൽ ആനന്ദിക്കണം, കർത്താവിനെ പാടി സ്തുതിക്കണം, കർത്താവിനെ മഹത്വപ്പെടുത്തണം. കാരണം ഒരു മകൾ എന്ന രീതിയിൽ, മക്കൾ എന്ന രീതിയിൽ അപ്പനായ ദൈവത്തിൽ ആനന്ദിക്കണമെന്ന്, അപ്പനായ ദൈവത്തെ സ്തുതിക്കണമെന്ന്, മഹത്വപ്പെടുത്തണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഈശോയിൽ സ്നേഹം നിറഞ്ഞവർ, അങ്ങനെയെങ്കിൽ നമ്മൾ ഈ കർത്താവിനെ സ്തുതിക്കുമ്പോൾ, ആരാധിക്കാനും മഹത്വപ്പെടുത്താനായിട്ട് പരിശ്രമിക്കുമ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുകയാണ്, നമ്മുടെ ദൈവം, രക്ഷകനായ ദൈവം, സർവശക്തനായ ദൈവം, കാറ്റിനെയും കടലിനെയും പോലും ശാന്തനാക്കിയ ദൈവം എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. നാം കാണുന്നു മത്തായിയുടെ സുവിശേഷം അതിന്റെ 8-ാം അധ്യായം 23 മുതൽ വാക്യങ്ങൾ. യേശു തോണിയിൽ കയറിയപ്പോൾ ശിഷ്യന്മാർ അവനെ അനുഗമിച്ചു. കടലിൽ ഉഗ്രമായ കൊടുങ്കാറ്റുണ്ടായി. തോണി മുങ്ങത്തക്ക വിധം തിരമാലകൾ ഉയർന്നു. അവൻ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ അടുത്തു ചെന്ന് അവനെ ഉണർത്തി അപേക്ഷിച്ചു, കർത്താവേ രക്ഷിക്കണമേ, ഞങ്ങളിതാ നശിക്കുന്നു. അവൻ പറഞ്ഞു, അല്പവിശ്വാസികളെ, നിങ്ങൾ എന്തിന് ഭയപ്പെടുന്നു? അവൻ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചു. വലിയ ശാന്തതയുണ്ടായി. അവർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവൻ ആര്? കാറ്റും കടലും പോലും ഇവനെ അനുസരിക്കുന്നല്ലോ. ഈശോയെ സ്നേഹം നിറഞ്ഞവരെ, ഇത് ദൈവത്തിന്റെ വചനമാ. ഇത് ശിഷ്യന്മാരുടെ അനുഭവം. അവരുടെ അനുഭവം എന്താണ്? അവരുടെ കൂടെ കർത്താവ് ഉണ്ടായതുകൊണ്ട് അവർ സഞ്ചരിച്ച തോണിയിൽ വലിയ കാറ്റുണ്ടായപ്പോഴും കടലിൽ ക്ഷോഭിച്ചപ്പോഴും അവർ തങ്ങളുടെ കഴിവിന്റെ പരമാവധി പരിശ്രമിച്ചിട്ടും തോണിയെ നേരെ കൊണ്ടുപോകാൻ സാധിക്കാതെ അത് മുങ്ങുമെന്ന, മരിക്കൂന്നുള്ള, നശിക്കൂന്നുള്ള ആ തുമ്പത്തെത്തിയപ്പോ, മരണത്തിന്റെ വാതിൽപ്പടി എത്തി നിൽക്കുമ്പോ ഇതാ ശിഷ്യന്മാർ അനുഭവിക്കുകയാണ് കർത്താവിന്റെ ശക്തി. കർത്താവിനെ അവർ എപ്പോൾ വിളിച്ചോ, കർത്താവിനെ അവർ എപ്പോൾ ഉണർത്തിയോ, അവിടെ അവരുടെ ജീവിതത്തിൽ ശാന്തതയുണ്ടായി. എന്താ ശാന്തത ഉണ്ടാകാൻ കാരണം? ഈ വലിയ അസ്വസ്ഥതയ്ക്ക് മീതെ കർത്താവായ ഈശോയ്ക്ക് അധികാരമുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കാറ്റും കോളും ഉണ്ടെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ തിരമാലകളുണ്ടെങ്കിൽ, നമ്മുടെ ജീവിതം ഒന്ന് അപകടകരമായ അവസ്ഥയിലാണെങ്കിൽ അവിടെ കർത്താവിനെ വിളിക്ക്. കർത്താവ് ഒരു വാക്കു പറഞ്ഞ നമ്മുടെ ജീവിതത്തിൽ ശാന്തതയുണ്ടാവും. ഓർക്കണേ, നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ നിൽക്കുന്നത് നമ്മൾ അസ്വസ്ഥയോടെ കടന്നു പോകാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മൾ സമാധാനത്തോടെയും സന്തോഷത്തോടെയും ഈ ലോകത്തിൽ ജീവിക്കാനും ഇനി ഈ ലോകത്തിനപ്പുറത്ത് സ്വർഗം നേടിയെടുക്കാനും വേണ്ടിയാണ്. നമ്മുടെ ജീവിതത്തിൽ വേദനകളൊക്കെ ഉണ്ടായേക്കാം, പക്ഷേ നമ്മൾ ആരും ആകുലതയിലും സംഭ്രമത്തിലും ഇനി ആ രീതിയിലുള്ള നെഗറ്റീവായിട്ടുള്ള മനോഭാവങ്ങൾ ആയിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നില്ല. അതൊക്കെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ ഈശോ നമുക്ക് വേണ്ടി മരിച്ചത്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇത് ഗാനത്തോട് ചേർന്ന് നമ്മൾ പാടി സ്തുതിക്കുവാണ്, ആരാധിക്കുവാണ്. കാറ്റിനെ കടലിനെ ശാന്തമാക്കിയവൻ ശക്തനായവനാണ് എൻ്റെ ദൈവം. താളത്തോട് ചേർന്ന് ഹൃദയത്തിൽ ആനന്ദത്തോടെ സന്തോഷത്തോടെ നമുക്ക് ചേർന്ന് പാടാം. ആവർത്തിച്ച് പാടി സ്തുതിച്ച് ഈശോയെ ആരാധിക്കാം. സർവശക്തനായ ദൈവമാണ്, കാറ്റിനെ കടലിനെ ശാന്തനാക്കിയവനാണ് എൻ്റെ ദൈവം. ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ പാടി. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. സാഗരങ്ങളെ ശാന്തമാക്കി
സഹായിക്കും ശക്തനായവൻ ആവേശത്തോടെ പാടുകേ. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. ആവർത്തിച്ച് പാടി. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ല. സർവശക്തനായ ദൈവം എന്റെ കൂടെയുണ്ട്. പാടിക്കേ. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ല ഞാൻ എന്റെ ഈശോ എന്റെ കൂടെയുണ്ട്. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ല. ആകുലതയിലും ഭയത്തിലും കഴിയുന്നവര് പ്രത്യാശയോടെ പാടിക്കേ. കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ല. ഈശോ എന്റെ ദൈവം. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. ഇതാ, ഈ സർവശക്തനായ ദൈവം, കാറ്റിനെയും കടലിനെയും പോലും ശാന്തനാക്കിയ ദൈവം കൂടെയുണ്ടെങ്കിൽ ആ കൂടെയുള്ള ദൈവം നമ്മോട് പറയുന്ന കാര്യം എന്താ? അല്ലെങ്കിൽ ഈ ദൈവം കൂടെ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്കുണ്ടാകുന്ന ബോധ്യം എന്താ? ദൈവത്തിന്റെ വചനം പറയാണ്, ദൈവം തന്നെ പറയാണ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട, സർവശക്തനായ ദൈവം കൂടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്താ വ്യത്യാസം? വചനം വീണ്ടും പറയാണ്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം. ദൈവം പറയുക, വചനം പറയുക, നീ പേടിക്കണ്ട, നീ ആകുലപ്പെടണ്ട, നീ എന്തിനാ വിഷമിക്കുന്നേ? കാരണം സർവശക്തനായ ദൈവമല്ലേ നിന്റെ കൂടെയുള്ളത്. വീണ്ടും വചനം പറയാണ്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും എൻ്റെ വിജയകരമായ വലത്തുകൊണ്ട് നിന്നെ താങ്ങി നിർത്തുകയും ചെയ്യും. ദൈവം പറയണേ, ഞാൻ ശക്തനാണല്ലോ, എനിക്ക് പ്രപഞ്ചത്തിനും അധികാരമുണ്ടല്ലോ, എനിക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ലല്ലോ. അങ്ങനെയെങ്കിൽ അങ്ങനെയുള്ള ഞാൻ കൂടെ നിൽക്കുമ്പോൾ നീ ഭയപ്പെടണ്ട, നീ ആകുലപ്പെടണ്ട. മറിച്ച് ദൈവം പറയാ, നീ എന്നിൽ ആശ്രയിക്ക്, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തും, ഞാൻ നിന്നെ സഹായിക്കും. ദൈവം ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്താൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും. അങ്ങനെയെങ്കിൽ ഇതൊന്ന് മനസ്സിനോട് പറഞ്ഞേ, ഇപ്രകാരം പറഞ്ഞേ, ഞാൻ ഭയപ്പെടില്ല, ഞാൻ ആകുലപ്പെടില്ല, കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. സകലത്തിൻ്റെ മേൽ അധികാരമുള്ള, എന്നെ സഹായിക്കാനും ശക്തിപ്പെടുത്താനും, എൻ്റെ ജീവിതത്തിൽ നിന്ന് എവിടെയൊക്കെ ഞാൻ പരാജയപ്പെട്ട് കഴിയുന്നോ അവിടെയൊക്കെ എന്നെ വിജയിപ്പിക്കാനും കഴിയുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് ഞാൻ ഭയപ്പെടില്ല, ഞാൻ അശക്തനാകില്ല, ഞാൻ ആകുലപ്പെടില്ല. ഈ ഒരു വിശ്വാസത്തോടെ, ഈ ഒരു പ്രത്യാശയോടെ, ഈ തീരുമാനത്തോടെ ചേർന്ന് പാടിക്കേ. ഗാനത്തിന്റെ വരികോട് ചേർന്ന് വരികൾ പറയാണ്, ജീവിതത്തിൽ ഒരു നാളും ഞാൻ സംഭ്രമിക്കില്ല, കർത്താവാണ് എൻ്റെ ദൈവം. ഈ വചനം തന്നെയാണ് ഗാനത്തിന്റെ വരികളായിട്ട് നമ്മൾ ആലപിക്കുക. വിശ്വാസത്തോടെ ഞാൻ ഭയപ്പെടില്ല, ഞാൻ ആകുലപ്പെടില്ല, ടെൻഷനടിക്കില്ല, കാരണം ദൈവം എൻ്റെ കൂടെയുണ്ട്. ഈ വിശ്വാസം പ്രഖ്യാപിക്കുന്ന പ്രാർത്ഥനയാണല്ലോ നമ്മളുടെ ഈ ഗാനം. ചേർന്ന് പാടിക്കേ, കർത്താവിനെ സ്തുതിച്ചേ. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണ് എൻ്റെ ദൈവം. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണ് എൻ്റെ ദൈവം. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, ബലം കയ്യാൽ താങ്ങി നിൽക്കും. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, ബലം കയ്യാൽ താങ്ങി നിൽക്കും. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ല ഞാൻ. ആവേശത്തോടെ പാടിക്കേ. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ല ഞാൻ. ഇനിയും ആവേശത്തോടെ വിശ്വാസം പ്രഖ്യാപിച്ച്, എന്റെ കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ല എന്റെ ദൈവമേ. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. കൂടെയുള്ള ദൈവം കൂടെ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെക്കുറിച്ച് പറയുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 45-ാം അധ്യായം 2-3 വാക്യങ്ങൾ. വചനം പറയുക, ഞാൻ നിനക്ക് മുൻപേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചളവാതിൽ തകർക്കുകയും ഇരുമ്പോടാമ്പൽ ഒടുക്കുകയും ചെയ്യും. എന്താ വചനത്തിനർത്ഥം? വചനം പറയാണ്, ദൈവം നമ്മുടെ മുന്നേ പോകും.
ദൈവം നമ്മുടെ മുന്നേ പോകുമ്പോൾ എന്താ വ്യത്യാസം ഉണ്ടാവുക? നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധിയായിട്ട് തടസ്സമായിട്ട് നിൽക്കുന്ന മലകളെ കർത്താവ് തട്ടി നിരപ്പാക്കും. ആലോചിച്ച് നോക്കിയേ, നമുക്ക് മലയെ നിരപ്പാക്കാൻ പറ്റുമോ? ആദ്യമല്ല. ഇനി മല കയറി ഇറങ്ങി പോകുകയാണെങ്കിൽ അത് വളരെ ദുഷ്കരമാണ്. അങ്ങനെയെങ്കിൽ വചനം പറയുന്നത് എന്താണെന്നറിയോ? ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നാം പോകേണ്ട വഴികളിൽ നമുക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങളിൽ ദൈവം ഇടപെടും. അങ്ങനെ ദൈവം ഇടപെട്ട് കഴിയുമ്പോൾ, ദൈവം മലയെ നിരപ്പാക്കി കഴിയുമ്പോൾ നമുക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മുടെ ജീവിതത്തിൽ എളുപ്പം നമുക്ക് വിജയം ഉണ്ടാവും. ഇതാ വചനം വാഗ്ദാനം തരുക. ഇനി വീണ്ടും വചനം പറയാണ്, മലകളെ നിരപ്പാക്കും, പിച്ചളവാതിലെ തകർക്കും, ഇരുമ്പോടാൻ ഒടിക്കും. നമ്മുടെ മുമ്പിൽ അടയ്ക്കപ്പെട്ട വാതില് നമുക്ക് തുറക്കാൻ കഴിയാത്തത്, നമുക്ക് തകർക്കാൻ കഴിയാത്തത്, ദൈവം പറയുക, നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുമ്പോൾ, ദൈവം മുന്നേ പോയി ഈ പ്രതിബന്ധങ്ങൾ തടസ്സങ്ങളൊക്കെ ഒഴിവാക്കി നമ്മുടെ വഴിയെ സുഗമമുള്ളതാക്കി മാറ്റി. അങ്ങനെയെങ്കിൽ ഇത് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ കർത്താവിനെ സ്തുതിക്കുക. വീണ്ടും വചനം പറയുകയാണ്, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിന്റെ കർത്താവായ ദൈവം ഞാനാണ്, നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരം ഞാൻ നിനക്ക് തരും. ദൈവം പറയുക, നീ വിളിച്ചപേക്ഷിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതിന്, നമ്മുടെ ആരാധന കാണുന്ന, നമ്മുടെ വിശ്വസ്തത കാണുന്ന, നമ്മുടെ വിശ്വാസം കാണുന്ന മറ്റുള്ളവർ തിരിച്ചറിയേണ്ടതിന് ദൈവം പറയുവാണ്, നമുക്ക് അസാധ്യമായ, കണ്ടെത്താൻ പറ്റാത്ത, നേടിയെടുക്കാൻ പറ്റാത്ത അന്ധകാരത്തിലെ നിധികള് ദൈവം നമുക്ക് തരും. ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കും, സമ്പന്നമാക്കും. അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രത്യാശയോടെ കർത്താവിനെ സ്തുതിക്കാൻ പറ്റണം. വീണ്ടും അപ്പസ്തോലന്മാരെ നമ്മെ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പസ്തോല പ്രവർത്തനം 4-ാം അധ്യായത്തിൽ ഈ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞ അപ്പസ്തോലന്മാര് ഈ ദൈവത്തെ പ്രസംഗിക്കുമ്പോൾ യഹൂദന്മാര് ഈ അപ്പസ്തോലനെ വിളിച്ചിട്ട് ഭീഷണിപ്പെട്ട് പറയുവാണ്, നിങ്ങൾ മിണ്ടരുത്, നിങ്ങൾ പ്രസംഗിക്കരുത്. അപ്പൊ അവിടെ അപ്പസ്തോലൻ ധൈര്യത്തോടെ ചോദിക്കുവാണ്, ഞങ്ങള് മനസ്സിനേക്കാൾ ഉപരിയായിട്ട് ദൈവത്തെ അല്ലേ അനുസരിക്കേണ്ടത്? ജ്ഞാനത്തിന്റെ വരിക നമ്മോട് പറയാണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു നാളും നിശബ്ദരാകില്ല. ഒരാൾക്ക് ഞങ്ങൾ നിശബ്ദരാക്കാൻ പറ്റൂല. കാരണം ഞങ്ങളെ മുന്നേ പോയി വഴി നയിക്കുന്ന ഒരു ദൈവം ഞങ്ങൾക്കുണ്ട്. ആ ദൈവത്തെ അനുസരിക്കുകയും ആ ദൈവത്തോട് ചേർന്ന് ജീവിക്കുകയും എന്നുള്ളത് ഞങ്ങളുടെ അഭിമാനമാണ്, സന്തോഷമാണ്, ഞങ്ങളുടെ ഉയർച്ച കാരണമാണ്. ചെന്ന് പാടി കർത്താവിനെ സ്തുതിച്ചേ. ജീവിതത്തിൽ ഒരു നാളും നിശബ്ദനാകില്ല, യേശുവാണ് എൻ്റെ ദൈവം. ജീവിതത്തിൽ ഒരു നാളും നിശബ്ദനാകില്ല, യേശുവാണ് എൻ്റെ ദൈവം. ഞാനെന്നും ഘോഷിക്കും സത്യമായി ക്രൂശിലെ ദിവ്യയാഗം. ഞാനെന്നും ഘോഷിക്കും സത്യമായി ക്രൂശിലെ ദിവ്യയാഗം. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. ഞാൻ എന്റെ കർത്താവിന് വേണ്ടി കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല. ആരൊക്കെ എന്നെ നിരുത്സാഹപ്പെടുത്തിയാൽ ഞാൻ നിരാശപ്പെടില്ല. ശക്തനായവൻ കൂടെ, എന്റെ ദൈവമേ, ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ, ഭയപ്പെടില്ല ഞാൻ ഭയപ്പെടില്ല. മത്തായി അറിയിച്ച സുവിശേഷം 10-ാം അധ്യായം 32-33 വചനം പറയാണ്, നാം കർത്താവിന് സാക്ഷ്യം വഹിക്കുവാണെങ്കിൽ, മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവത്തെ ഏറ്റുപറയുവാണെങ്കിൽ, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ നമ്മുടെ കർത്താവ് സംസാരിക്കും, നമ്മെ ഏറ്റുപറയും. അതുപോലെ കർത്താവിനെ തള്ളിപ്പറയുവാണെങ്കിൽ കർത്താവ് നമ്മയും തള്ളിപ്പറയും. അങ്ങനെ ഈ കർത്താവിനെ മഹത്വപ്പെടുത്തി, കർത്താവിനെ ഏറ്റുപറഞ്ഞ് ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഈശോയെ ഏറ്റുപറയും. ഒരു സകലത്തിൻ്റെ അധികാരമുള്ള ദൈവം ഉണ്ടെന്നും ആ ദൈവം യേശുക്രിസ്തു മാത്രമാണെന്നും ഞാൻ പറയും. അതിന് സാക്ഷിയായിട്ട് ഞാൻ ജീവിക്കും.
ഈ ഒരു തീരുമാനത്തോടെ, കർത്താവിനെ ഏറ്റു പറയുന്നുള്ള പ്രഖ്യാപനത്തോടെ ഗാനത്തിന്റെ വരികൾ നമ്മൾ ഒന്നു ചേർന്ന് പാടുന്നു, പാടി സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഈ പാടി ആരാധിക്കുന്ന നമ്മുടെ ജീവിതമായിട്ട് മാറട്ടെ. ഈ പാടി ആരാധിക്കുന്ന ഗാനത്തിന്റെ വരികൾ നമ്മുടെ ജീവിതത്തിന്റെ പ്രവൃത്തികളായിട്ട് മാറട്ടെ, ജീവിതത്തിലെ വാക്കുകളായിട്ട് മാറട്ടെ. എവിടെയൊക്കെ ഈശോയ്ക്ക് സാക്ഷ്യം വഹിക്കാൻ പറ്റുമോ, എവിടെയൊക്കെ ഈശോയെ കുറിച്ച് പറയാൻ പറ്റുമോ, എവിടെയൊക്കെ വെച്ച് ഈശോയെ മഹത്വപ്പെടുത്താൻ പറ്റുമോ, അവിടെ എല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്താൻ, കർത്താവിനെ സംസാരിക്കാൻ, കർത്താവിന് സാക്ഷിയായിട്ട് നിൽക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈ ഒരു പ്രാർത്ഥനയോടെ ഗാനത്തിന്റെ വരികൾ, നമ്മൾ ഈ പാടിയ വരികളെല്ലാം ഒന്നു ചേർന്ന് സന്തോഷത്തോടെ നമ്മൾ പാടി സ്തുതിച്ച് ആരാധിക്കുന്നു. സാഗരങ്ങളെ ശാന്തമാക്കിയോ ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയോ ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ജീവിതത്തിൽ ഒരു നാൾ ഞാൻ സംഭവിക്കില്ല. ചേർന്ന് പാടിക്കേ വിശ്വാസ പ്രഖ്യാപനത്തോട് ചേർന്ന്. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണ് എന്റെ ദൈവം. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണ് എന്റെ ദൈവം. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, ബലം കയ്യാൽ താങ്ങി നിൽക്കും. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, ബലം കയ്യാൽ താങ്ങി നിൽക്കും. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. എന്റെ ദൈവമേ, ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ആവർത്തിച്ച് പാടിക്കുകയും. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. വീണ്ടും ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഗാനത്തിന്റെ വരികോട് ചേർന്ന് നമ്മൾ പ്രഖ്യാപിക്കാൻ, എൻ്റെ ജീവിതത്തിൽ ഒരാൾ പറഞ്ഞാലും, ആരൊക്കെ എന്നെ നിശബ്ദനാക്കാൻ നോക്കിയാലും ഞാൻ നിശബ്ദനാകില്ല. ഞാൻ കർത്താവിന് വേണ്ടി സംസാരിക്കും. ഞാൻ കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി സംസാരിക്കും. ഞാൻ കർത്താവിന് സാക്ഷിയായിട്ട് ജീവിക്കും. വരികളോട് ചേർന്ന് പാടി നമ്മുടെ വിശ്വാസം പ്രഖ്യാപിച്ചേ. ജീവിതത്തിൽ ഒരു നാളും നിശബ്ദനാകില്ല, യേശുവാണ് എന്റെ ദൈവം. ജീവിതത്തിൽ ഒരു നാളും നിശബ്ദനാകില്ല, യേശുവാണ് എന്റെ ദൈവം. ഞാനെന്നും ഘോഷിക്കും സത്യമായി ക്രൂശിലെ ദിവ്യയാഗം. ഞാനെന്നും ഘോഷിക്കും സത്യമായി ക്രൂശിലെ ദിവ്യയാഗം. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. പാടി പ്രാർത്ഥിച്ച ഗാനത്തിന്റെ വരികളൊക്കെ നമുക്ക് ഒന്നുകൂടെ പ്രാർത്ഥിക്കാം, ഒന്നുകൂടെ പാടാം, ഒന്നുകൂടെ പ്രഖ്യാപിക്കാം. നമ്മുടെ കർത്താവ് സാഗരങ്ങളെ ശാന്തമാക്കിയവനാണ്. ഈ പ്രപഞ്ചത്തിന്റെ മേൽ അധികാരമുള്ളവനാണ്. അധികാരമുള്ള കർത്താവ് പറയാണ്, കർത്താവ് നമ്മുടെ കൂടെ വെക്കും, നമ്മെ ശക്തിപ്പെടുത്തും. അങ്ങനെ കൂടെ വെക്കാൻ ശക്തിപ്പെടുത്തിച്ച് നമ്മുടെ വഴികൾ മനോഹരമാകും, നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും. ഇനി വീണ്ടും ഗാനത്തിന്റെ വരികൾ നമ്മൾ പാടി ഒന്നോടെ ചേർന്ന് പാടുവാണ്. നമ്മൾ അങ്ങനെ അനുഗ്രഹിക്കുന്ന കർത്താവിനെ ഏറ്റു പറയുന്നവരായിട്ട് ജീവിക്കും. ഒരാൾ ഭീഷണിപ്പെടുത്തിയ, ഈ ലോകം മുഴുവൻ ചുറ്റും നമ്മളെ കുറ്റപ്പെടുത്തിയാലും ഭീഷണിപ്പെടുത്തിയാലും നമ്മൾ അടക്കില്ല. കർത്താവിനെ പ്രഘോഷിക്കും, കർത്താവിന് വേണ്ടി നിൽക്കും. കർത്താവിൻ്റെ മഹത്വം പറയുന്നവരും അതിന് സാക്ഷിയായിട്ട് മാറുന്നവരായിട്ട് നമ്മൾ മുന്നോട്ട് പോകും. ഈ ഒരു പ്രതിജ്ഞയോടെ ഈ ഗാനത്തിൻ്റെ വരികൾ നമുക്കെല്ലാം ഒന്ന് ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സാഗരങ്ങളെ ശാന്തമാക്കിയ
ശക്തനായവൻ കൂടെയുണ്ട്. പാടിക്കേ. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. എന്റെ ദൈവമേ, എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ആവർത്തിച്ച് വിശ്വാസം പ്രഖ്യാപിച്ച്. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, സർവശക്തനായ ദൈവം എന്റെ കൂടെയുണ്ട്. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, എന്റെ കർത്താവ് എന്റെ കൂടെയുള്ളതിനാൽ ഞാൻ ആകുലപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. എല്ലാവരും പാടിക്കേ. ആവർത്തിച്ച് പാടി വിശ്വാസം പ്രഖ്യാപിച്ചേ. എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഈ എന്റെ ജീവിതത്തിൽ കർത്താവ് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ആകുലപ്പെടില്ല, ഞാൻ ടെൻഷൻ അടിക്കില്ല. എന്റെ കർത്താവ് എന്നെ സഹായിക്കും, എന്റെ കർത്താവ് എനിക്ക് വിജയം നൽകും. എന്റെ കർത്താവ് എന്നെ സഹായിക്കുന്നവനാണ്. എന്റെ കർത്താവ് എന്റെ കൂടെയുള്ള ഞാൻ ആകുലപ്പെടില്ല. കനത്തിന്റെ വരികോട് ചെന്ന് പാടിക്കേ, പ്രാർത്ഥിച്ചേ. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണ് എന്റെ ദൈവം. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണ് എന്റെ ദൈവം. ജീവിതത്തിൽ ഒരു നാളും സംഭവിക്കില്ല, കർത്താവാണ് എന്റെ ദൈവം. ജീവിതത്തിൽ ഒരു നാളും സംഭ്രമിക്കില്ല, കർത്താവാണ് എന്റെ ദൈവം. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, ബലം കയ്യാൽ താങ്ങി നിൽക്കും. ദൈവമേ, അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, ബലം കയ്യാൽ താങ്ങി നിൽക്കും. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. എല്ലാവരും വിശ്വാസം പ്രഖ്യാപിച്ചു പാടിക്കേ. കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഹൃദയത്തിൽ ആനന്ദത്തോടെ, സന്തോഷത്തോടെ, പ്രത്യാശയോടെ എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. എന്റെ ജീവിതത്തിൽ ദൈവം എന്റെ കൂടെയുണ്ട്. എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ദൈവമേ. ഇതാ വീണ്ടും ഗാനത്തിന്റെ വരികൾ നാം പാടി പ്രഖ്യാപിക്കുന്നു. എൻ്റെ ദൈവത്തെ ഞാൻ എന്നും പ്രഖ്യാപിക്കുന്ന, സാക്ഷ്യം വഹിക്കുന്ന, ഏറ്റുപറയുന്ന ഒരു വ്യക്തിയായിട്ട് ജീവിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഈശോയെ ഏറ്റുപറയാൻ, എന്നെ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെ ഏറ്റുപറയാൻ ഒരിക്കലും നാണിക്കില്ല. ഞാൻ വലിയ സന്തോഷത്തോടെ, നിന്ദനം വന്നാലും സഹനം വന്നാലും ആളുകൾ ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും എൻ്റെ ദൈവത്തെ ഞാൻ ഏറ്റുപറയും. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വമായിട്ട് ജീവിക്കും. ഗാനത്തോട് ചേർന്ന് ഇത് പ്രഖ്യാപിച്ചേ, പാടിക്കേ. ജീവിതത്തിൽ ഒരു നാളും നിശബ്ദനാകില്ല, യേശുവാണ് എന്റെ ദൈവം. 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 ഞാനെന്നും ഘോഷിക്കും സത്യമായി ക്രൂശിലെ ദിവ്യയാഗം. ഞാനെന്നും ഘോഷിക്കും സത്യമായി ക്രൂശിലെ ദിവ്യയാഗം. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, സാക്ഷിയായിട്ട് ഞാൻ ജീവിക്കും. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഈശോ എന്നെ സഹായിക്കും. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, എന്റെ കണ്ണുനീര് എന്റെ കർത്താവ് ഒപ്പം. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെ
ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. എൻ്റെ ഈശോ എൻ്റെ കൂടെ, എൻ്റെ കൂടെയുള്ള എൻ്റെ കർത്താവ് സകലത്തിൻ്റെ മേൽ അധികാരമുള്ളവന്. അവൻ എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാനും എൻ്റെ ജീവിതത്തെ ശക്തിപ്പെടുത്താനും എനിക്ക് വിജയം നൽകാനും കഴിയും. ഈ ഒരു വിശ്വാസം നമുക്ക് മുന്നോട്ട് പോകാം. നമ്മുടെ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.